വെൽക്കം വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് നോക്കുന്നത്. ഇന്ന് നമ്മളൊരു സെൽഫ് അനലൈസ് ആണ് ചെയ്യുന്നത്. സോ അതായത് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ നോട്ടുകെട്ടുകളാണെന്നറിയാം. യഥാർത്ഥത്തിൽ മണി എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു ഫോം ഓഫ് എനർജിയാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഈ എനർജിയാണോ വരുന്നത് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ എനർജി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. പൈസ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ ഹാ ഹൂ ഹീ ഹൂ എന്നൊക്കെ വിളിക്കും. അതേസമയം പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ വാടി കുമിഞ്ഞിരിക്കുന്നതാണായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെറും നോട്ടുകെട്ടുകൾ എന്ന് മാത്രം നമ്മൾ അതിനെ പറയരുത്. അതിനെ നമ്മൾ അത്രയും എനർജി ആയിട്ട് നമ്മൾ മനസ്സിനകത്ത് കൊണ്ടുവരിക. സോ പണം എന്ന് പറയുന്നത് ഒരു പുറമേ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമേ അല്ല. പണം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ബാങ്ക് ബാലൻസുകൾ എന്ന് പറയുന്നത് ഒരു ഇന്നർ ബാലൻസ് ആണ്. സോ നമ്മുടെ ബാങ്ക് ബാലൻസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി അടിത്തട്ടിനെ ക്ലിയർ ആക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പോളിഷ് ചെയ്ത് വരിക. അങ്ങനെ പോളിഷ് ചെയ്ത് വരുമ്പോൾ ആ മണിയെല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാണും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഇപ്പോൾ നോക്കി നോക്കുക. നിങ്ങളുടെ ആ ഒരു മൈൻഡിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മണി ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ സൂത്രമാണ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുക. ആ ബാങ്ക് അക്കൗണ്ടിൽ നല്ലൊരു ശതമാനം മണി നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ എന്താണ് റിച്ച് മൈൻഡ് സെറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പൂവർ മൈൻഡ് സെറ്റാണ്. സോ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാനോ വേദനിപ്പിക്കാനോ അല്ല. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് ഈ ഒരു ബാങ്കിൻ്റെ വരുന്ന എമൗണ്ട് എങ്ങനെ വരാം എന്നുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നമ്മൾ മാറ്റുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഇന്നർ ബാലൻസ് മാറ്റുക. സോ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് മണി ഏൺ ചെയ്യുന്നതല്ല, മണിയോടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുന്നതാണ്. മണി നമുക്ക് പിന്നീട് ഏൺ ചെയ്യാം. മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. മണി ഏൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ട് എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിനകത്തൊരു ബോധമില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തയില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രൂപമില്ലേ, അത് വേണം നിങ്ങൾ ആദ്യം കൊണ്ടുവരാൻ. അപ്പം മണിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അവെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബിലീഫ്സുകൾ മാറുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അല്ലെങ്കിൽ പണം നിങ്ങളുടെ ലൈഫിൽ സേഫ്റ്റി ആണോ, സ്ട്രെസ്സാണോ, പവറാണോ, പേടിയാണോ? നിങ്ങൾ ഇതിനകത്ത് ഏത് ആൻസർ പറഞ്ഞാലും അത് ശരിയോ അല്ല, തെറ്റോ അല്ല, അതൊരു സത്യം മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് പണം നിങ്ങളുടെ സേഫ്റ്റി ആണോ? നിങ്ങൾ ശരിയെന്നും പറയാം, തെറ്റെന്നും പറയാം. നിങ്ങൾ പണം എന്ന് ചോദിക്കും കേൾക്കുമ്പോൾ സ്ട്രെസ്സാണോ? അത് ശരിയെന്നും പറയാം, തെറ്റെന്നും പറയാം. മണി പവറാണോ? ശരിയെന്നും പറയാം, തെറ്റെന്നും പറയാം. പണം പേടിയാണോ? ശരിയെന്നും പറയാം, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ പറയേണ്ടത് ട്രൂത്ത് മാത്രം, ഹോണസ്റ്റി ആയിട്ട് നിങ്ങൾ പറയുക. അതായത് നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് ഉണ്ട്. നമ്മുടെ എല്ലാവർക്കും ഒരു ഇന്നർ വോയിസ് ഉണ്ട്. അതായത് ഈ ഇന്നർ വോയിസ് ആരാണ് തരുന്നത് വെച്ചാൽ നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന നിങ്ങളാണ് ഓരോരുത്തരുമായിട്ട് അവിടെ സംസാരിക്കുന്നത്. അപ്പം പണം കിട്ടിയാൽ നഷ്ടപ്പെടും, പണം വലിയ ടെൻഷനാണ്, പണമുള്ളവർ സെൽഫിഷാണ്, ഈ വോയിസ് നിങ്ങളുടേതല്ല, ഇത് നിങ്ങളുടെ കണ്ടീഷനിങ് ആണ്. അപ്പം നമ്മളറിയാം പണം മരത്തിൽ കായ്ക്കില്ല, പണമുള്ളവനൊക്കെ ദുഷ്ടന്മാരാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നതല്ല, നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ കണ്ടീഷനിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. ഈ കണ്ടീഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സെൽഫ് അനാലിസിസ് ടൂളാണ്. ഞാൻ തെറ്റാണ് എന്ന് പറയുന്നതല്ല, ഇവിടെ നിന്നാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ്. എനിക്ക് വൈയായിക ഉണ്ടെങ്കിൽ ആ വൈയായിക ഉണ്ട് എന്ന് ഞാൻ പറയുക. ഈ വൈയായികയെ ഞാൻ പരിപൂർണമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമുക്ക് അനാലിസിസ് വരുന്നത്. അപ്പോൾ ഒരു അവയർനെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ട്രഗിൾ കുറയും. നമ്മൾ മണിയുമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവയർനെസ് വരുമ്പോൾ നമ്മുടെ സ്ട്രഗിൾ കുറയുന്നുണ്ടായിരിക്കും. റെസിസ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസോൾവ് ചെയ്ത് കുറച്ച് 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 കൊണ്ടുപോകാൻ. അപ്പം ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഫീൽ ഉണ്ടാകാം, അത് നോർമലാണ്. നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് പാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ബോഡിയിൽ എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴും കാമായിട്ടിരിക്കുക, ക്വൈറ്റായിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഇതൊരു റൂട്ട് വർക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുമ്പം എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ഒരു നൈസ് ആൻസർ എഴുതരുത്. ഹായ് കൊള്ളാം,
കുഴപ്പമില്ല, അങ്ങനെ എഴുതരുത്. സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ എഴുതുക. നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എഴുതുക. റോ ആൻസേഴ്സ് അങ്ങ് എഴുതി പോവുക. മണിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ അങ്ങ് എഴുതുക. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ അങ്ങ് എഴുതുക. ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല, അയ്യോ നിങ്ങൾ എഴുതിയത് എനിക്ക് താ എന്ന് പറയത്തില്ല. അത് വെക്കുക. അത് വെച്ചിരുന്നിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിയുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളോട് ഞാനത് നിങ്ങളെ പോയി വായിക്കാനായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് മാറും. അപ്പം ഈ ഒരു സെൽഫ് അവെയർനെസ്സിനകത്ത് അല്ലെങ്കിൽ അനാലിസിസിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് എഴുതുക. ഹോണസ്റ്റ് ആയിട്ട് എഴുതുക. ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ പോസ് ചെയ്ത് അങ്ങ് എഴുതി പോവുക. അതിനാൽ നമ്മൾ ആദ്യം നമ്മൾ ചോദിക്കുന്നത്, നമ്മളിതിനെ 4 പാർട്ടായിട്ടാണ് വരുന്നത്, 4 5 പാർട്ടായിട്ടാണ് വരുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിനകത്ത് നിങ്ങളുടെ മണി സ്റ്റോറിയെ കുറിച്ചിട്ട്, പിന്നെ അതുപോലെ ചൈൽഡ് പ്രോഗ്രാമിങ്ങിൽ, പിന്നെ അതിൽ ഇമോഷണൽ റിയാക്ഷൻ ടു മണി എന്താണ്, കറണ്ട് പാറ്റേൺ എന്താണ്, ഐഡൻറ്റിറ്റി ചെക്ക് എന്താണ്, പിന്നെ അതിൽ ഫൈനൽ റിഫ്ലക്ഷൻ എന്താണ്. സോ ഇത് ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് ഒരു വലിയൊരു ഭാരം, ഒരു വലിയൊരു പാറക്കല്ലിനെ എടുത്ത് കളയുന്നത് പോലെയാണ്. സോ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, വെൽക്കം ബാക്ക്. സോ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തതിലേക്ക് 19 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഇമോഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇതൊരു ജഡ്ജ്മെൻറ്റ് എക്സസൈസ്, ഇതൊരു ട്രൂത്ത് ഡിസ്കവറി എക്സസൈസ് ആണ്. നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകാനല്ല, ക്ലാരിറ്റി ബിൽഡ് ചെയ്യാനാണ്. അപ്പം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു അവയർനെസ് ട്രാൻസ്ഫോർമേഷനെ നമുക്ക് അവയർനെസ് ആയിക്കൊണ്ട് ഇനി ഇതിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. അപ്പം ഈ ഒരു കോഴ്സും ബോണസ് കോഴ്സും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യാം. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഒബ്സർവ് ചെയ്തു, സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്, സ്റ്റേ ഹോണസ്റ്റ് ആയിട്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പം ഈ ഒരു ക്ലാരിറ്റി വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് വീഡിയോ കണ്ടതിലും ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എടുത്തതിലും വളരെ സന്തോഷമുണ്ട്. അനാലിസിസിൻ്റെ ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.